UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലെത്തിയതോടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറി. ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തിയാണ് ഷാഫി പറമ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. K മുരളീധരനേക്കാൾ വലിയ പോരാളിയല്ല ഷാഫി പറമ്പിലെന്ന് KK ശൈലജ പ്രതികരിച്ചു. ഒഞ്ചിയത്തെ TPയുടെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. TP വധം വടകരയിൽ ഇത്തവണയും പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് UDF നീക്കം. സ്കെച്ച് ചെയ്ത് സ്ഥലം തീരുമാനിച്ച് ഫോളോ ചെയ്ത് മാർക്ക് ചെയ്ത് കൊന്നതാണ്. ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു സംഘർഷവും സംഘടനവും ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നതല്ല. അപ്പോൾ അതിനെതിരെ എക്കാലത്തും നിലപാടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും ഉണ്ടാവും. മുരളീധരന്റെ മാറ്റത്തോടെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം ഷാഫിയുടെ വരവോടെ പരിഹരിക്കപ്പെട്ടുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മുല്ലപ്പള്ളിയെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കാനും ഷാഫിക്കായി. പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണെങ്കിലും TP വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുമുന്നണി പ്രതിരോധം തീർക്കേണ്ടി വരും. അവർക്ക് ഈ നാടിന്റെ വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല, ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാനില്ല. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം തകരാൻ ഇടയാവുന്ന സമയത്ത് അക്ഷരം അതിനെക്കുറിച്ച് ആ വേവലാതി പോലും ഈ കോൺഗ്രസിനും UDFനും ഇല്ല. ഞാൻ ചന്ദ്രശേഖരൻ വധം അത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇടതു വോട്ടുകൾക്കപ്പുറം KK ശൈലജയുടെ വ്യക്തിസ്വാധീനം ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 വടകര.